വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. നാളെയാണ് ആ സുദിനം. നമ്മുടെ അമേരിക്ക 50% താരിഫ് ഇന്ത്യക്ക് അടിച്ചു തരും എന്ന് പറഞ്ഞത് നാളെയാണ് വരുന്നത്. നാളെ ഓഗസ്റ്റ് 27 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ താരിഫിനെ നമ്മൾ എങ്ങനെ മറികടക്കും? നമ്മൾ ഇത്രയും കാലം ചർച്ചയൊക്കെ നടത്തി. പോടാ പുല്ലേ, നമുക്കൊരു വിഷയമല്ല, നമുക്കൊരു പ്രശ്നവും സംഭവിക്കാൻ പോകുന്നില്ല. സെൻസെക്സ് ഒക്കെ ഇന്ന് ഇടിഞ്ഞ് താഴോട്ട് പോയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതൊരു ദുർഘടമായിട്ടുള്ള ഒരു ഫേസ് ആണ്. നമ്മൾ ഇതിനെ ഫേസ് ചെയ്യണം. ആ രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഫേസ് ചെയ്യണം. അതിന്റെ റിസ്ക് മുഴുവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുമ്പോഴും അദ്ദേഹത്തിന്റെ പ്രതീക്ഷ ഈ 140 കോടി ജനങ്ങളിലാണ്. അദ്ദേഹം അത് കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു. ഈ താരിഫ് വരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യക്ക് മേൽ എത്രത്തോളം സമ്മർദ്ദം വരുന്നുവോ അത്രത്തോളം ഇന്ത്യ ശക്തമായിക്കൊണ്ടേയിരിക്കും. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. അത് അദ്ദേഹം പറഞ്ഞുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ 140 കോടി ജനങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസമായിരിക്കും. അപ്പോൾ അതിന് അദ്ദേഹം ഒരു കാര്യം കൂടെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, വലിയ ഫെസ്റ്റിവൽ സീസണാണ് വരാൻ പോകുന്നത്. ദിവാലി വരുന്നു, ഓണം വരുന്നു, വലിയ വലിയ ഉത്സവങ്ങൾ വരുന്നു, ഗണേശോത്സവം വരുന്നു, നവരാത്രി വരുന്നു, ക്രിസ്മസ് വരുന്നു. അപ്പൊ ഈ ഒരു സാഹചര്യങ്ങളിലെല്ലാം മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്ട്സ് വാങ്ങിക്കുക. മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്ട്സ് പ്രധാനമായിട്ട് വാങ്ങിക്കുക. വ്യാപാരികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കടയിൽ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്ട്സ് കൂടുതലായി നിങ്ങൾ എടുക്കുക. എന്നിട്ട് കടയ്ക്ക് പുറത്ത് നിങ്ങൾ ബോർഡ് വെക്കുക, മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പ്രോഡക്ട്സ് അവിടെ ഉണ്ട് എന്ന് ബോർഡ് വെക്കുക എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഈ അമേരിക്കയുടെ താരിഫിനെ ഓവർകം ചെയ്യാനായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, 4 പ്രധാനപ്പെട്ട ഒരു പോയിന്റ്സ് നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. ഒന്ന്, നമുക്ക് പുതിയ വിപണി, അതിനുള്ള അവസരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അതിനുവേണ്ടി ഓടി നടക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നലെ റിപ്പോർട്ടർ ചാനൽ വലിയ അപരാധം പോലെ ഒരു വാർത്ത പറയുന്ന കേട്ടു. മോദിയുടെ 6 മാസത്തെയോ 1 വർഷത്തെയോ, 1 വർഷത്തെ അല്ല, ഈ 10 കൊല്ലത്തെയോ, എനിക്ക് തോന്നുന്നു 10 കൊല്ലോ അത് ഈ ടേമിലാണെന്ന് തോന്നുന്നു, വിദേശ സന്ദർശനങ്ങളുടെ ആകെ ചെലവ് 325 കോടി. അതിന്റെ താഴെ തെറി എന്നൊക്കെ പറഞ്ഞാൽ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെയാണ് വിളിക്കുന്നത്. ഒരു മയമില്ലാത്ത തെറി. അപ്പൊ ഈ പുതിയ വിപണി കണ്ടെത്തുക എന്നുള്ളത് അദ്ദേഹം ഇപ്പോൾ ആഫ്രിക്ക അടക്കമുള്ള രാജ്യങ്ങൾ അദ്ദേഹം സമീപിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ് കേട്ടോ. ഇനി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നോക്കുമ്പോഴാണ് നമ്മൾ ചർച്ച ചെയ്തതാണ് ഈ 4 പോയിന്റ്. ഓരോ പോയിന്റും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമ്മൾ ചർച്ച ചെയ്തതാണ്. റഷ്യയുമായിട്ടുള്ള വ്യാപാര തന്ത്രം, മറ്റേ യുറേഷ്യൻ കരാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും. അത് കഴിഞ്ഞിട്ട് താരിഫ് വർദ്ധിപ്പിക്കുന്നത് പരിഗണിക്കുക. നമ്മൾ പ്രധാനമായിട്ടും കാർഷിക, ഔഷധ, സാങ്കേതിക മേഖലകളിൽ അങ്ങോട്ട് കയറ്റിയിരിക്കുന്ന സാധനങ്ങൾക്ക് നമ്മൾ താരിഫ് അടിച്ചു കൊടുക്കുന്നത് നമ്മൾ പരിഗണിക്കുന്നുണ്ട്. 4മത്തത് പ്രാദേശിക വ്യവസായങ്ങൾക്ക് സബ്സിഡി നൽകുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ നിലവിൽ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇതിനിടയിൽ വരുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, ഇത് വലിയ ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, ചൈനയ്ക്ക് 200% താരിഫ് ഞാൻ അടിച്ചു കൊടുക്കുമെന്ന് ട്രംപ് പറയുന്നുണ്ട്. ഇത് വെറുതെ പറയുന്നതാ. പിന്നെ ട്രംപ് റഷ്യയുടെയും ചൈനയുടെയും ആണവ നിരായുധീകരണമാണ് എന്റെ ലക്ഷ്യമെന്ന് പറയുന്നുണ്ട്. ഇവന്റെ തലയ്ക്ക് വല്ല ഓളവുമാണോ എന്നാണ് വാർത്ത വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. ആണവ നിരായുധീകരണം, ഡീന്യൂക്ലിയറൈസേഷൻ. ഇനി അവരുടെ ഭാഗത്തു നിന്ന് ആണവ ആയുധങ്ങൾ പിടിച്ചെടുക്കുമെന്ന്. പിന്നെ അവരെടുത്ത് മറ്റേ പുത്തരിക്കണ്ടത്ത് വെച്ചേക്കല്ലേ എന്നെ എടുത്തോണ്ട് പോകുമെന്ന് പറഞ്ഞ ആണവ നിരായുധീകരണത്തിന്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഒരു യോഗം ഇന്ന് ചേരുന്നുണ്ട്. എന്തൊക്കെയാണ് യോഗത്തിന്റെ ഡീറ്റെയിൽസ്? പിന്നെ നമുക്ക് പ്രധാനമായിട്ട് ഈ ചർച്ചയിൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം, മാസ്റ്റർ സ്ട്രോക്ക് ബൈ മോദി എന്ന് പറഞ്ഞൊരു വാർത്ത വരുന്നുണ്ട്. ഗവൺമെന്റ് ആസ് സെൻട്രൽ ഓൾ സെറ്റ് ടു റോൾ ഔട്ട് GST 2.0. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത്. GST 2.0. ഫുഡ്, ബിവറേജ്, ക്ലോത്തിങ്, സിമെന്റ്, സലൂൺ, അങ്ങനെ പല കാര്യങ്ങൾക്ക് നമുക്ക് ഇനി വില കുറയാൻ പോവുകയാണ്. നമ്മുടെ വിപണി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. GST കൗൺസിൽ അതിന്റെ യോഗം നാളെ ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ടാക്സസ് അതിഭീകരമായിട്ട് റെഡ്യൂസ് ആവും. പക്ഷേ ഇതൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സിമെന്റിന് വില കുറയുമ്പോൾ അത് സംബന്ധിച്ച് കെട്ടിട നിർമ്മാണ മേഖലയ്ക്കൊക്കെ ഈ സംഭവത്തിന് വില കുറയാനുള്ള ഒരു സാധ്യതയുണ്ട് അത് സംബന്ധിച്ച്. അപ്പോൾ അങ്ങനെ കുറയുമ്പോൾ സിമെന്റിന് ഈ കുറയുന്ന GST ഇത് ഇവർ ഉപഭോക്താക്കളിലേക്ക് തരണം. അതായത് സിമെന്റ് കമ്പനികൾ നമുക്ക് തരണം. ആ ഒരു വെല്ലുവിളിയാണ് കേന്ദ്ര സർക്കാരിന് മുന്നിലുള്ളത്. അപ്പൊ അതിന് അവര് നിയമങ്ങൾ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പോരാത്തതിന് പല കാര്യങ്ങളിലും GST സ്ലാബ് റെഡ്യൂസ് ചെയ്യാനുള്ള വലിയ തീരുമാനം എടുക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു തീരുമാനം, ഈ GSTയുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം, പിന്നെ ഈ നമ്മുടെ ആഭ്യന്തര വിപണി അതിലെ ഫോക്കസ് ചെയ്യാനുള്ള തീരുമാനം, തിരിച്ച് ട്രംപിന് താരിഫ് അടിച്ചു കൊടുക്കാനുള്ള ഒരു തീരുമാനം, നാളെ നമ്മൾ ആ യുദ്ധം ആരംഭിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് പര്യാപ്തമാണോ അമേരിക്കയെ നേരിടാൻ? ഈ അമേരിക്കയെ കുറിച്ച് ഇവിടെയുള്ള ചില ട്രംപ് അനുകൂല മാധ്യമങ്ങൾ തള്ളിമറിക്കുന്നത് ട്രംപ് പുലിയാണെന്നാണ്. അത് വലിയ കൗതുകം എന്താണെന്ന് വെച്ചാൽ, ട്രംപ് ആദ്യം താരിഫ് അടിച്ചു കൊടുത്ത ചൈനയ്ക്കാണ്. 145% താരിഫാണ് ചൈനയ്ക്ക് അടിച്ചു കൊടുത്തത്. പിറ്റേ ദിവസം ചൈന തിരിച്ച് 125% താരിഫ് അടിച്ചു കൊടുത്തു. അതോടുകൂടി ട്രംപിന്റെ താരിഫ് മടക്കി പെട്ടി വെച്ച് ഇപ്പോഴില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ചു.
അതായത് ഈ ട്രംപ് ചെയ്യുന്ന പണി തന്റെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങളെ വെറുപ്പിക്കുക, ശത്രു രാജ്യങ്ങളെ കാണുമ്പോൾ മുട്ടിലിഴയുക ഒരു തന്ത്രമാണ്. ഇത്രയും ഒരു ദുർബലനായ ഒരു പ്രസിഡന്റ് അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടില്ല. കാരണം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഈ അമേരിക്കയുടെ ഒരു സഖ്യകക്ഷികൾ പോലെയാണ്, എല്ലാ സഹകരണമുള്ള ഒരു രാജ്യമാണ്, സ്നേഹിതരാണ്, അങ്ങനെയുള്ള രാജ്യമാണ്. എന്നാൽ ചൈന എന്ന് പറയുന്ന പരമ്പരാഗതമായി അമേരിക്കയുടെ ശത്രു രാജ്യമാണ്. റഷ്യ എന്ന് പറയുന്ന എതിരാളികളാണ്. ഇവരെ കാണുമ്പോൾ ട്രംപ് ഈ പറയുന്ന ഗീർവാണങ്ങളെല്ലാം മടക്കി വെക്കുകയും ഇപ്പോ ചൈന 2 അടി കൂടെ ട്രംപിന് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പൊ പുതിയ ഒരു ഗീർവാണം കൊണ്ട് വന്നിരിക്കുന്നത്. ഒന്ന്, അമേരിക്കയിൽ നിന്ന് സെമി കണ്ടക്ടർ ചിപ്പുകൾ ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ചൈന പറഞ്ഞത് നിങ്ങളുടെ ചിപ്പിൽ ഞങ്ങളുടെ രാജ്യത്തിന്റെ ഡീറ്റെയിൽസുകൾ ചോർത്താനുള്ള സ്പൈ വർക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ ചിപ്പിന് വേണ്ടെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഒരു കാര്യം, സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണത്തിൽ അമേരിക്ക നമ്പർ 1, നമ്മുടെ രാജ്യമൊക്കെ അത് എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് 60 കൊല്ലം മുമ്പ് നമുക്ക് സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മിച്ചു തുടങ്ങാമായിരുന്നു. ഇവിടെ ഭരിച്ചവന്റെ കുഴപ്പം കൊണ്ടാണ് അത് ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നത് ഇപ്പോഴും. രണ്ടാമത്, ഇന്നലെ നമ്മൾ എടുത്തൊരു വാർത്തയിൽ നമ്മൾ പറയുന്നുണ്ട് ചൈന ഒരു വലിയ അടികൂടെ കൊടുത്തു. അതാണിപ്പം ട്രംപിനെ പ്രകോപിപ്പിച്ചിരിക്കുന്ന കാര്യം. അതെന്താണെന്ന് ചോദിച്ചാൽ റെയർ മെറ്റൽസിന് നിയന്ത്രണം കൊണ്ടുവന്നു. അതായത് സർക്കാർ തരുന്ന കോട്ടയ്ക്കുള്ളത് ഉൽപ്പാദിപ്പിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അമേരിക്കയ്ക്ക് അത് വലിയ രീതിയിൽ ബാധിക്കും. കാരണം ഇലക്ട്രിക്കൽ കാറുകൾ, യുദ്ധവിമാനങ്ങൾ അടക്കമുള്ളവരുടെ നിർമ്മാണത്തിന് ഈ കാന്തങ്ങൾ വളരെ അനിവാര്യമായ ഒരു ഘടകമാണ്. അത് വേണ്ട അളവിൽ ലഭ്യമായില്ല എന്നുണ്ടെങ്കിൽ കുടുങ്ങും. അപ്പം ഇപ്പൊ ട്രംപ് പറഞ്ഞിരിക്കുന്ന ഡയലോഗ് എങ്ങനെയാണ്, കാന്തങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നൽകണം, ഇല്ലെങ്കിൽ ഞങ്ങൾ 200% താരിഫ് ഈടാക്കും, അടിച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത്. ചൈന എന്തായാലും അതിൽ വഴങ്ങുമെന്ന് തോന്നില്ല അടുത്തൊന്നും. അതായത് ഈ ട്രംപ് എന്ന് പറഞ്ഞ് ഊതി വീർപ്പിച്ചൊരു ബലൂൺ ലോകത്തിലെ ചില രാജ്യങ്ങളുടെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കുന്ന, കുമ്പിടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. റഷ്യയുടെ മുമ്പിലായാലും ഇപ്പം അവിടെ കൂടെ നിൽക്കുന്നവരെയൊക്കെ അവരിങ്ങനെ ഭയങ്കരമായിട്ട് വരട്ടെ. പാകിസ്ഥാൻ ഒക്കെ, ഇന്ത്യ അവരുടെ കൂടെ നിൽക്കുന്ന സ്നേഹിത രാജ്യമാണ്, ഇന്ത്യ വരട്ടെ, പോയി പണി നോക്കാൻ പറഞ്ഞുകൂടി അത് തീർന്നു. പിന്നെ ഞാൻ എസ് ജയശങ്കർ പറഞ്ഞത്, നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിച്ചുകൊണ്ട് പോയി, ഇല്ലെങ്കിൽ വേണ്ട പോടേ എന്ന് പറഞ്ഞു. നമ്മുടെ കടയിലൊക്കെ അങ്ങനെയാണല്ലോ, നമ്മുടെ ഒരു കടയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കുറെ അധികം പേര് സാധനം വാങ്ങാനുണ്ടാകും. അതിനകത്ത് ഒരുത്തിനൊരു ശല്യക്കാരൻ കാണും. അവൻ പറയും സാധനത്തിന് വില കൂടുതലാണല്ലോ, ഇല്ല ഇങ്ങനെ വിറ്റൂടെ, അങ്ങനെ വിട്ടു. അപ്പൊ കടക്കാരൻ അവസാനം സഹിയിട്ടൊരു ഡയലോഗ് പറയും, നിനക്ക് വേണമെങ്കിൽ കഴിച്ചിട്ട് പോകും, ഇല്ലാന്നുണ്ടെങ്കിൽ നിനക്ക് വാങ്ങിയിട്ട് പോകും, ഇല്ല ബാക്കിയുള്ളവർ ശല്യപ്പെടുന്നത് പോടെ എന്ന് പറയുന്ന അത് ആ സെയിം ഡയലോഗ് തന്നെയാണ് ജയശങ്കർ പറഞ്ഞത്. അപ്പം ഇതാണത്. ഇന്ന് പുതിയൊരു ഉടായ്പായിട്ട് വന്നിട്ടുണ്ട്. അതിനകത്തേയും കൂടെ നമുക്കൊന്ന് പറഞ്ഞിട്ട് പോകാം. ഇന്ന് ശ്രീ ട്രംപ് പറഞ്ഞിരിക്കുന്നത് യുദ്ധം നിർത്തിയത് ഞാനാണ്, അതിനു വേണ്ടിയിട്ട് ഞാൻ പാകിസ്ഥാനും ഇന്ത്യയോടും പറഞ്ഞത് നിങ്ങളുമായിട്ടുള്ള വ്യാപാരം ഞാൻ നിർത്തിവെക്കും, വ്യാപാരമായി മുമ്പോട്ട് പോകണമെങ്കിൽ ഈ യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞു. ഇന്ത്യ അത് കേട്ടു എന്ന് പറഞ്ഞു. ഈ പൊട്ടനാണെന്ന്, ഈ മനുഷ്യരെ പൊട്ടനാകുന്നതിന് അതിര് വേണ്ടേ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യ അടുത്ത ദിവസം തന്നെ വ്യാപാര കരാർ ഒപ്പിടില്ലായിരുന്നു. എന്തേ വ്യാപാര കരാർ ഒപ്പിടാത്തത്? അത് മാത്രമല്ല, ഇന്ത്യ പറയുന്നുണ്ടല്ലോ ഞങ്ങളുടെ കാർഷിക പാലുൽപാദന മേഖല തുറന്നു തരത്തില്ലെന്ന്. അങ്ങനെ ട്രംപ് പറഞ്ഞൊരു കോംപ്രമൈസിലാണ് യുദ്ധം തീർന്നതെങ്കിൽ സംഭവിക്കേണ്ടത് ട്രംപ് പറഞ്ഞതുപോലെ ആകില്ലേ? ട്രംപ് പറഞ്ഞതുപോലെ വ്യാപാരം നടക്കണം. വ്യാപാരം നടക്കാനായിട്ട് ഈ വ്യാപാര കരാർ ഒപ്പിടണം. പിന്നെ എന്തിനാണ് ഈ താരിഫ് പുള്ളി ചുമത്തേണ്ടി വന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. തലയ്ക്ക് വെളിവെന്ന് പറയുന്നത് അദ്ദേഹത്തിനില്ല, അദ്ദേഹത്തിന്റെ ആരാധകർക്ക് ഒട്ടുമില്ല. ഇതാണ് ഒരു റീസൺ. എന്റെ ചോദ്യം ഇതാണ്. ശരിയാണ്, ട്രംപ് വ്യാപാരം ധാരാളം നൽകാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇന്ത്യ നിർത്തിയത്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അങ്ങനെയെങ്കിൽ വ്യാപാര കരാർ ഒപ്പിടേണ്ടതല്ലേ? എന്തേ ഇന്ത്യ ഒപ്പിടാത്തത്? ഇന്ത്യ കർശനമായിട്ട് പറയുന്നതാണ് ഞങ്ങളുടെ കാർഷിക പാലുൽപാദന മേഖല തുറന്നു തരില്ലെന്ന് എന്താ പറയുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് താരിഫ് കൂട്ടേണ്ടി വന്നത്? അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടാണ് നിർത്തിയെങ്കിൽ നിങ്ങൾ താരിഫ് കുറച്ച് വ്യാപാരം കൂട്ടുകയല്ലേ വേണ്ട? അതൊന്നും നിങ്ങൾ ചെയ്തില്ലല്ലോ എന്ന് ആണ് ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇന്നലെ നമ്മുടെ മലയാളിയായ വ്യവസായി പ്രമുഖൻ ശ്രീ കിറ്റക്സ്, അതിന്റെ ഉടമ സാബു, അദ്ദേഹത്തിന്റെ ഈ അമേരിക്കയിലേക്ക് അദ്ദേഹം എക്സ്പോർട്ട് ചെയ്യാൻ വെച്ചിരുന്ന ഉൽപ്പന്നങ്ങൾ, കുട്ടികളുടെ ഉൾപ്പെടെയുള്ള ഡ്രസ് മെറ്റീരിയൽസ് അദ്ദേഹം കിഴക്കമ്പലത്തുള്ള അദ്ദേഹത്തിന്റെ ഷോറൂമിലും എറണാകുളത്തും അദ്ദേഹം ഡിസ്പ്ലേ ചെയ്യുന്നു, വിൽപ്പന നടത്തുന്നു. വലിയ വിൽപ്പനയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഇവിടെ അത്രയും വില കൊടുക്കാതെ തന്നെ കിട്ടുമ്പോഴേക്കും അതിനൊരു വിപണി കേരളത്തിൽ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഈ ഓണക്കാലം ഒരുപക്ഷെ കിറ്റക്സ് സാബുവിന് വലിയ രീതിയിൽ തന്നെ ഒരു മെച്ചമുണ്ടാകുന്നതായിരിക്കും. എന്തായാലും മുടക്കുമുതൽ കിട്ടും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അതിന്റെ മുകളിലേക്കാണല്ലോ താരിഫ് ഉൾപ്പെടെയുള്ള ചുമത്തിക്കൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. കാരണം അവിടെ ഇറങ്ങുമ്പോൾ ഇതിനു മുമ്പും താരിഫുകൾ ഉണ്ടായിരുന്നെങ്കിലും ഫ്രീ ആയിരുന്നില്ലല്ലോ ട്രേഡിങ്. അതെല്ലാം കുറച്ച് ഇവിടുത്തെ ഇതിലേക്ക് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ അവിടെ കിട്ടിയ ലാഭം കിട്ടിയില്ല എന്ന് വന്നാലും നഷ്ടം സംഭവിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട്. മറ്റു രാജ്യങ്ങളുടെ വിപണികളും നമ്മൾ തേടി മുൻപോട്ട് പോകും. ഇതിനിടയിലാണ് നമ്മളുടെ ഇന്ന് വൈകുന്നേരമാണ് പ്രധാനമന്ത്രി
6 മന്ത്രാലയങ്ങളുടെ, വാണിജ്യ മന്ത്രാലയം ഉൾപ്പെടെയുള്ള 6 മന്ത്രാലയങ്ങളുടെ ഒരു ഉന്നതതല യോഗം വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇനി നമുക്ക് വരാൻ പോകുന്നത്? ഇന്ത്യയുടെ ഉത്സവകാലമാണ്. പ്രത്യേകിച്ച് നവരാത്രി, ദീപാവലി, ധനുഷ് നേരത്തെ സൂചിപ്പിച്ച ഗണേശോത്സവം, അങ്ങനെ ഒരു ഉത്സവത്തിന്റെ ഇതാണ്. നമുക്ക് ദക്ഷിണേന്ത്യയിലേക്ക് വന്ന ഓണം നമ്മുടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 10 ദിവസം കഷ്ടിച്ച് നിൽക്കുന്നതാണ്. ദീപാവലി അങ്ങനെയല്ല, 1 മാസം 1.5 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ, കാരണം ഈ നവരാത്രി തുടങ്ങിക്കഴിഞ്ഞാൽ അത് കണക്റ്റഡ് ചെയ്ത് ദീപാവലിയിലാണ് അതിന് സമാപിക്കുന്നത്. ഏതാണ്ട് ഒരു 1.5 മാസം, ഈ ഒക്ടോബർ നവംബർ അതുവരെയാവും. നവംബർ അങ്ങോട്ട് തീരുമ്പോഴത്തേനും ഈ ന്യൂ ഇയർ, പുതുവത്സര ഇതിന്റെ ഒരു ഡിസംബർ എന്താ ന്യൂ ഇയർ പ്രോഗ്രാംസ് ഒക്കെ ഏതാണ്ട് ഒരു ജനുവരി 15 വരെ നിൽക്കുന്നതാണ് നമ്മുടെ ഉത്സവ കാലം. കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഓണം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉടനെ അടുത്തതിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ദസറ ഉൾപ്പെടെയുള്ളത് ഇങ്ങനെ പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങും. തമിഴ്നാട്ടിലും അങ്ങനെ തന്നെയാണ്, അവരുടെ ഉത്സവ സീസണാണ്. കേരളത്തിൽ പിന്നെ ഉത്സവ സീസൺ തുടങ്ങി. ഓണം കഴിയുമ്പോൾ മുതൽ എല്ലാ ക്ഷേത്രങ്ങളിലും പള്ളികളിലുമൊക്കെ പെരുന്നാളും ഉത്സവങ്ങളും തുടങ്ങും. അപ്പൊ എല്ലായിടത്തും ഉത്സവ അന്തരീക്ഷമാണ്. നമുക്കറിയാം, ആരും പറയാതെ തന്നെ ഇന്ത്യൻ ജനതയ്ക്ക് എങ്ങനെ പെരുമാറണമെന്ന്. 2020 ഗാൽവാൻ താഴ്വരയിൽ നമ്മുടെ സൈന്യവും ചൈനീസ് സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ സംഭവിച്ച ഒരു വലിയ പരാജയം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചൈനയുടെ പടക്ക കമ്പനികൾ അല്ലെങ്കിൽ ചൈനയുടെ പടക്ക കച്ചവടം ഒറ്റയടി കൂട്ടി കൈ കൊടുത്തു. അന്ന് ശിവകാശിയിൽ നിന്നും മറ്റുമുള്ള പടക്കത്തിന് വലിയ ഡിമാൻഡ് വരികയും അന്നത്തെ ആ ഒരു കച്ചവടത്തിൽ 50,000 കോടിയാണ് ചൈനയ്ക്ക് നഷ്ടം വന്നത്. അതിനുശേഷം നമ്മൾ ടിക്ടോക്ക് എന്ന് പറഞ്ഞ ഒരു ആപ്പ് നിരോധിച്ചത് മൂലം പെർ ഡേ 65,000 കോടിയാണ് ചൈനയ്ക്ക് നഷ്ടം വന്നത്. ഇതാണ്. അപ്പൊ എല്ലാവരും ചോദിക്കും, ക്രിസ്മസിനും ന്യൂ ഇയറിനും ഓണത്തിനും ഒന്നും ഞങ്ങൾ അമേരിക്കയുടെ സാധനം തന്നെ വാങ്ങി അവരെ പുഷ്ടിപ്പെടുന്നു. മലയാളികളല്ല ഇതൊക്കെ ചെയ്യുന്നത്, നോർത്ത് ഇന്ത്യൻസ് ആണ്. അവരുടേതാണ് വലിയ രീതിയിൽ ഈ മാർക്കറ്റിൽ വന്ന് ബൂമിങ് നടത്തുന്നത്. കാരണം വാഹനങ്ങൾ ഇറക്കുന്നതായാലും ഒക്കെ, ലോഞ്ചിങ് ആയാലും ഒക്കെ വലിയ രീതിയിലുള്ള മാർക്കറ്റ്, വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനി അവിടത്തേക്കാണ് ലോഞ്ച് ചെയ്യുന്നത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, കാറുകളുടെ കളർ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. കാരണം ഒരിക്കലും ഒരു മലയാളികൾക്ക് അത്രയ്ക്ക് ഫേവർ അല്ലാത്ത ചില കളറുകളൊക്കെ ചില കമ്പനികൾ പുറത്തിറക്കും. ഇനി ഈ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന കാറിന്റെ കളറല്ല നമ്മൾ നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, സെയിം കമ്പനി തന്നെ ആണെങ്കിൽ പോലും. കാരണം അവരുടേതായ രീതിയിൽ ചില കാറുകളും മറ്റും ഇറക്കി വലിയ പരസ്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യും. അപ്പോ അതുകൊണ്ട് തന്നെയാണ് ഈ വലിയ ബ്രാൻഡുകളുടെ പരസ്യത്തിന് ഈ ഹിന്ദി സിനിമാ താരങ്ങളും മോഡലുകളുമായിരിക്കും വരുന്നത്. കാരണം അതിപ്പം നമ്മളാണ് ഏറ്റവും വലിയ ഇൻകം കൊടുക്കുന്നവരെങ്കിൽ, അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടുന്നവരെങ്കിൽ നമ്മുടെ ലാലേട്ടനും മമ്മൂക്കൊക്കെ പരസ്യത്തിൽ അഭിനയിച്ചു തന്നെ. അപ്പം ഇതാണ് അതിന്റെ സ്വാഭാവികമായ കാര്യം. ഈവൻ അണ്ടർ ഗാർമെന്റ്സിന്റെ പോലും അഭിനയിക്കുന്ന സെയ്ഫ് അലി ഖാനും ഇല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ വെച്ചിട്ട് ചെയ്യുന്നത് പാൻ ഇന്ത്യൻ ആയതുകൊണ്ടും ആ ഒരു മാർക്കറ്റ് കണ്ടുകൊണ്ടുമാണ് ഇറക്കുന്നത്. അപ്പൊ ഇത് സ്വാഭാവികമാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കമന്റുകൾക്ക് വലിയ പ്രസക്തിയില്ല. കാരണം ഇതെന്താണ്, കാരണം നമ്മളിത് കാണിച്ചു കൊടുത്തതാണ്. ഈ ചൈനയുടെ കേസിൽ ചൈനയ്ക്ക് വലിയ അടിപറ്റിയ കേസാണ്. അതുപോലെ തന്നെ ഈ അടുത്ത സമയത്ത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് താജിക്കിസ്ഥാനിലേക്കുള്ളതും തുർക്കിയിലേക്കുള്ളതുമായിട്ടുള്ള എല്ലാ ടൂറിസം കറങ്ങാൻ പോലും ഇന്ത്യൻ ജനങ്ങൾ നിർത്തിയതാ, അല്ലാതെ നമ്മുടെ രാജ്യം ആവശ്യപ്പെട്ടതല്ലത്. എത്ര കോടി രൂപയാണ് നഷ്ടം? എല്ലാ മാധ്യമങ്ങളും അവരുടെ നഷ്ടക്കണക്ക് എഴുതിയില്ലേ? മാൽദ്വീപ്സിൽ എന്താ സംഭവിച്ചത്? ടൂറിസം മേഖല തകർന്നു പോയി. മാൽദ്വീപ്സ് നേരെ പോയത് ചൈനയിലേക്കാണ് അപ്പൊ ചൈന എന്താ പറയുന്നറിയാം, പേടിക്കണ്ട, ഞങ്ങളുടെ ടൂറിസ്റ്റുകൾ അവിടെ വരുമെന്ന്. ഒരിക്കലും വരത്തില്ല. അവിടുത്തെ ടൂറിസ്റ്റുകൾ പോകുന്നത് UK-യും അമേരിക്കയും അടക്കമുള്ള മറ്റു രാജ്യങ്ങളായി, യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് അവർ കൂടുതൽ പോകുന്നത്. ഇപ്പൊ ഇന്ത്യ ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഒരുപക്ഷെ കൂടുതലായിട്ട് ചൈനീസ് സഞ്ചാരികൾ ഇന്ത്യയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം വളരെ കാലമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയില്ലാതെ ഇരുന്നത് കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇനി മറ്റൊന്ന്, ഈ മാനസരോവർ കൈലാസ് യാത്ര ഇപ്പൊ ആരംഭിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ നിലവിൽ നമ്മുടെ ഇന്ത്യൻ സർക്കാർ 5 ബാച്ചാണ് വിടുന്നത്. 5 ബാച്ചിൽ 50 പേര് വെച്ചുള്ള 5 ബാച്ച്, പിന്നീട് 50 പേരുള്ള ഏതാണ്ട് ഒരു 1000-1500 പേരെയാണ് നമ്മൾ സാധാരണ കേന്ദ്ര സർക്കാർ വിടുന്നത്. ഇപ്പൊ അതിന്റെ എണ്ണം കൂട്ടാനുള്ള തീരുമാനമാകുന്നുണ്ട്. കാരണം അത് ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുന്നു, ചൈന അതുകൂടെ ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുന്നു. അപ്പൊ ഇതേ രീതിയിലേക്ക് മുൻപോട്ട് കാര്യങ്ങൾ നീങ്ങും. അതായത് ട്രംപ് പ്രതീക്ഷിച്ചതുപോലെ ഒരു ഉണ്ടയും സംഭവിച്ചില്ല എന്നുള്ളതാണ് വലിയത്. കാരണം എല്ലാവരും പിന്നെ നേരത്തെ ധനുഷ് സൂചിപ്പിച്ച കണക്ക് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ ഉള്ള ഇടിവ്, ഇത് സ്വാഭാവികമായി തന്നെ ലോകത്ത് എന്ത് പ്രതിഭാസം നടന്നാലും, ഒരു സുനാമി അടിച്ചാലും ആ സമയത്തും ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഈ ഒരു വേരിയേഷൻസ് കാണിക്കാറുള്ളതാണ്. യുദ്ധം സംഭവിച്ചാലും കാണിക്കാറുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഇങ്ങനെയുള്ള കമ്പനികൾ ഈ താരിഫ് വർദ്ധിപ്പിക്കുന്ന മൂലം കമ്പനികൾക്ക് നഷ്ടമുണ്ടാകുമോ എന്ന് ഭയം സ്വാഭാവികമായി തന്നെ ഓഹിയുള്ള ആ ഇടിവ് കാണിക്കാവുന്നതാണ്. ഒരുപക്ഷെ കുറച്ച് നാളുകൾ അധികം വൈകാതെ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇന്ത്യൻ കമ്പനികൾക്ക് ആ ഒരു ബൂമിംഗ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് GST സ്ലാബുകളിൽ ഇപ്പോൾ ഒരു വലിയ വേരിയേഷൻ വരുത്തിയിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ GST സ്ലാബുകളിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ ഇന്ത്യൻ കമ്പനികൾക്ക് തന്നെയായിരിക്കും നേട്ടം ഉണ്ടാകുന്നത്. കാരണം മല്ലിപ്പൊടി, മുളക് പൊടി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളും മറ്റു സാധനങ്ങളും ഇന്ത്യൻ കമ്പനികൾ ഒരുപാടായി പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് വലിയ രീതിയിലൊരു ബൂമിംഗ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ GST സ്ലാബുകളുടെ ഈ ഒരു കുറവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. നേരത്തെ നമുക്കുണ്ടായിരുന്ന 4 സ്ലാബുകളാണ്
5, 12, 18, 28 അതായത് ഇപ്പോൾ ഈ എടുത്ത് കളയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 5 12 എടുത്ത് കളയുന്നുണ്ട്, നമ്മൾ 28 എടുത്ത് കളയുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് ആകെയുള്ള 3 സ്ലാബുകളാണ്. ഒരു 40 എന്ന് പറഞ്ഞ സ്ലാബ് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് അഭ്യൂഹങ്ങളാണ്. ഇവിടെ വളരെ രസകരമായ ഒരു കാര്യം പറയാം. ഈ GST കൊണ്ടുവന്ന സമയത്ത് ധനുഷിന് ഓർമ്മ കാണും. അന്ന് ഈ ഇടതുപക്ഷവും പാർട്ടികൾ, പ്രത്യേകിച്ച് കേരളത്തിലെ CPM ഒക്കെ പറഞ്ഞത് ഈ GST കൊണ്ടൊന്ന് കേരളത്തെ നശിപ്പിക്കുകയായിരുന്നു, ഞങ്ങളുടെ വരുമാനം കളഞ്ഞു. ഇന്ന് നമ്മുടെ കേരളത്തിന്റെ ബഹുമാന്യനായ ശ്രീ ധനമന്ത്രി ബാലഗോപാൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ സ്ലാബ് മാറ്റം കൊണ്ട് നഷ്ടമുണ്ടാകുന്ന കേരളത്തിലാണ്. അന്ന് പറഞ്ഞു നിങ്ങൾ GST കൊണ്ടിരുന്നുകൊണ്ട് നഷ്ടം ഞങ്ങൾക്കാണെന്ന് പറഞ്ഞു. ഇന്ന് പറയാണ് ഇങ്ങനെ സ്ലാബൊക്കെ മാറ്റാൻ പോയ നഷ്ടമാണ്. ശരിയാണ് പറഞ്ഞത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിത്യോപയോഗ സാധനങ്ങൾക്ക് അടക്കം മിക്ക ഉൽപ്പന്നങ്ങൾക്ക് 12%, 18% ഒക്കെ സ്ലാബായിരുന്നു. ഇപ്പൊ 18% സ്ലാബുകളൊക്കെ നേരെ 5 വരികയാണ്. 5ാം സ്ലാബ് എന്ന് പറഞ്ഞ് ഇല്ല. ഇതാണ് അതിനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് ഈ ആഡംബര കാറുണ്ട്, 40 ലക്ഷം 50 ലക്ഷം രൂപയുടെ കാറുകൾക്കൊക്കെ 40% GST വരുന്നു എന്ന് പറയുന്നുണ്ട്. വരുന്നില്ല, അതിന് താഴെ ആയിരിക്കാം എന്നും പറയുന്നുണ്ട്. സിഗരറ്റിന് 40% പോകും. കാരണം അതിന് പറയുന്ന കാരണം അത് എപ്പോഴും അങ്ങനെയാണല്ലോ, കുപ്പിക്കും സിഗരറ്റിനൊക്കെ വില കൂട്ടുമ്പോൾ പൊതുവെ പറയുന്നൊരു കാര്യം, ഇത് ഘട്ടം ഘട്ടമായി നിർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഈ വില കൂടുമ്പോൾ ആളുകൾ വാങ്ങില്ലല്ലോ, അതുകൊണ്ടാണ് അത് കൂട്ടുന്നത്. അപ്പൊ സിഗരറ്റിന് കൂടുന്നുണ്ട്, ആഡംബര കാര്യങ്ങൾക്ക് കൂടുന്നുണ്ട്. പക്ഷെ ഒട്ടുമിക്ക നിത്യോപയോഗ സാധനങ്ങൾക്കും ദൈനംദിന ജീവിതത്തിന് ഉതകുന്ന ഫ്രിഡ്ജ്, ചെറിയ കാറുകളൊക്കെയാണ് ഭയങ്കരമായിട്ട് ഇതായിരിക്കുന്നത്. പക്ഷെ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നൊരു കാര്യം, നമ്മളെല്ലാവരും ഒരുപക്ഷെ ബഹുഭൂരിപക്ഷം പേരും ഇത് കാണുന്ന പ്രേക്ഷകർ ഉൾപ്പെടെ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാറുണ്ട്. കഴിഞ്ഞ തവണ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് 2023-24 കേന്ദ്ര സർക്കാർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ GST നിന്ന് കിട്ടിയ വരുമാനം 8,262 കോടി രൂപയാണ്. GST അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. GST ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ നിന്ന് ഒഴിവാക്കുന്നു എന്ന് പറയുമ്പോൾ കൂടുതൽ പേർ ആ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കും. നമുക്കറിയാം, ഒരു 10,000 രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ അതിൽ 18ഉം 28ഉം ഒക്കെയാണ് GST വരുന്നത്. ആ തുക കുറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പേർ അതിലേക്ക് പോകാനുള്ള ഹെൽത്ത് സാധ്യത ഇൻഷുറൻസിന് അങ്ങനെ തുക കുറഞ്ഞാലും ആ കമ്പനി ആ കുറഞ്ഞ തുക നമുക്ക് തരണ്ടേ? ഇവർ ഈ പ്രീമിയം ഒരു ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കല്ലേ, അവർ ആ പ്രീമിയം കുറയ്ക്കാൻ തയ്യാറാവോ കമ്പനീസ്? അല്ല, ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ GST ധനുഷ് പറഞ്ഞത് ശരിയാ. നമ്മുടെ കച്ചവടക്കാർക്ക് ഇച്ചിരി കാഞ്ഞ ബുദ്ധി ഉള്ളത് കൊണ്ട് അവര് ഈ റേറ്റ് കുറഞ്ഞതുകൊണ്ട് ഇച്ചിരി റേറ്റ് കൂട്ടി പറഞ്ഞു GST ഇല്ലല്ലോ. ഞങ്ങൾ പറഞ്ഞു GST സർക്കാർ കളഞ്ഞു, ഞങ്ങളും കളഞ്ഞു. പക്ഷെ അന്നേരം എന്ത് പറ്റും, 20,000 കിടക്കുന്ന ഇൻഷുറൻസിന് ഒരു 21 ആക്കി വെക്കും. മുമ്പ് 23, 24 കൊടുത്തിടത്ത് ഒരു 1000 കൂടി ചിലപ്പോൾ കയറ്റി വെച്ചെന്നിരിക്കും. മറ്റൊന്നും കൂടെ ഉണ്ട് ധനുഷ് അതിനകത്ത്. ഇപ്പൊ ഈ GST കുറയുന്നത് സഡൻലി അത് മാർക്കറ്റിൽ പ്രതിഫലിക്കില്ല. കാരണം ഇപ്പം നമ്മൾ GST കുറഞ്ഞെന്ന് പറഞ്ഞ് നാളെ പോയിട്ട് ഒരു പാക്കറ്റ് ബ്രെഡോ ഇല്ലെങ്കിൽ ഒരു പാക്കറ്റ് ചിപ്സോ വാങ്ങിക്കാൻ ചെന്ന് അപ്പൊ അവര് പറയും GST കുറഞ്ഞ് ഇനി ആ പേപ്പറൊക്കെ വരാൻ കിടക്കുകയല്ലേ. പേപ്പറൊക്കെ വരണം. നിങ്ങളിപ്പോ ഈ പാക്കറ്റ് നോക്കിക്കേ, ശരിയാണ്, അവന്റെ കയ്യിൽ ഇരിക്കുന്ന സ്റ്റോക്ക് പല GSTയുടെ സ്റ്റോക്ക് ആയിരിക്കും. ഇനി സ്റ്റോക്ക് എല്ലാം ക്ലിയർ ആയി കഴിഞ്ഞെങ്കിൽ മാത്രമേ പുതിയ സ്റ്റോക്കിലേക്ക് വരും. ഇത് പെട്ടെന്ന് പ്രതിഫലിക്കുന്ന ഒരിടം ഹോട്ടൽസ് ആയിരിക്കും, നമ്മൾ റെസ്റ്റോറൻറ്റ്സ് ആയിരിക്കും. റെസ്റ്റോറൻറ്റിൽ ഈ സ്ലാബ് വ്യത്യാസം നമുക്ക് പെട്ടെന്ന് എഫക്ട് ചെയ്യും. കാരണം അവന് പറയാൻ കഴിയില്ലല്ലോ ഇത് GSTയുടെ സമയത്ത് മേടിച്ച് വെച്ച ചിക്കൻ ആയിരുന്നു പറയാൻ കഴിയില്ലല്ലോ. കാരണം GSTയുടെ സമയത്ത് മേടിച്ച ചിക്കൻ ആയിരുന്നെങ്കിൽ അതിന് കാലപ്പഴക്കം കുറെ ഉണ്ടാകണമായിരിക്കും. ഇന്ന് മേടിക്കുന്ന ചിക്കൻ അല്ലേ. അപ്പം അത് വന്നിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികം അത് പെട്ടെന്ന് അവിടെ പ്രതിഫലിക്കും. അപ്പൊ പ്രത്യേകിച്ച് ഈ ഉത്സവ സീസൺ വരുമ്പോൾ, അതുകൊണ്ടാണ് ഈ സീസൺ തന്നെ അതിന് തെരഞ്ഞെടുത്തത്. കാരണം ഈ സീസൺ എന്ന് പറയുമ്പോൾ ഈ സമയം, ഇപ്പൊ നമ്മൾ ഈ ചർച്ച നടത്തുന്ന ഈ ഒരു കാലഘട്ടം, ഇതിന് തൊട്ട് മുമ്പുള്ള ജൂൺ ജൂലൈ മാസമൊക്കെ വലിയ വലിയ വസ്ത്രശാലകളടക്കം അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റൊഴിക്കുന്ന തിരക്കിലായിരിക്കും. കാരണം അത് ക്ലിയർ ചെയ്യുകയാണ് അവരുടെ ഗോഡൌൺ ക്ലിയർ ചെയ്യും. കാരണം ഉത്സവ സീസൺ തുടങ്ങുമ്പോൾ പുതിയ പാറ്റേണിലുള്ള പുതിയ സാധനങ്ങളാണ് പിന്നെ ലോഡായി വരുന്നത്. അപ്പൊ പുതിയ സാധനം ലോഡായി വരുന്ന സമയത്ത് തന്നെ ഇത് കൊണ്ടുവരുമ്പോൾ എന്ത് പറ്റും, ആ കൊണ്ടുവരുന്ന സ്ലാബ് മാറ്റം പ്രതിഫലിക്കുക തന്നെ ചെയ്യും അതിൽ. കാരണം പഴയത് നമ്മൾ കണ്ടിട്ടുണ്ട്, ആടി സെയിൽ ഉത്സവം, മാസോ ഈ മഴക്കാലത്തൊക്കെ കണ്ടിട്ടില്ലേ, ആടി ഉത്സവം എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിൽ വില കിഴിവിട്ട് വിൽക്കും. അത് അവർ ക്ലിയർ ചെയ്യുകയാണ്. കാരണം പുതിയ ഉൽപ്പന്നം വരികയാണ്, ഓണം വരുമ്പോൾ വരും, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ സംബന്ധിച്ചിടത്തോളം ദീപാവലിയൊക്കെ വരുമ്പോൾ വരും. അപ്പൊ അത് ക്ലിയർ ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ഇത് വരുന്നത്. വരുമ്പോൾ പുതിയ ഉൽപ്പന്നങ്ങൾ അത് നമുക്ക് പെട്ടെന്ന് എഫക്ട് ചെയ്യുന്നത്, നമ്മളങ്ങനെയൊക്കെയുള്ള സാധാരണപ്പെട്ടവർക്ക് പെട്ടെന്ന് എഫക്ട് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ ധാരാളം കാറുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഏതാണ്ട് ഒരു 10ഓളം കാറുകളാണ് വിവിധ കമ്പനികൾ ലോഞ്ച് ചെയ്യുന്നത്. അതിൽ നമുക്ക് വലിയ ആശ്വാസകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28% സ്ലാബിൽ നിന്ന് 18 പോകും. 10% കുറയാന്ന് പറഞ്ഞാൽ 10 രൂപ കൂടുതൽ നമ്മൾ പോക്കറ്റിലേക്ക് ഇരിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു വലിയ ബൂമിങ് നടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഏറെക്കുറെ എല്ലാ കാര്യങ്ങൾക്കും ഇതൊരു വലിയ ചലനം തന്നെ സൃഷ്ടിക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ആഭ്യന്തര വിപണി
ഇതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ അദ്ദേഹം പങ്കെടുത്തൊരു യോഗത്തിൽ പറഞ്ഞു, എല്ലാ കടയുടെ മുമ്പിലും ഇവിടെ സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ എഴുതി വെക്കണം. അതായത് മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ഇവിടെ അവൈലബിൾ ആണ് എന്ന് എല്ലാ കടക്കാരും എഴുതി വെക്കണം. ഇത് പറയുമ്പോൾ കേരളത്തിലുള്ളവർ പറയും ഞങ്ങൾക്ക് സൗകര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല, നിങ്ങളല്ല ഉദ്ദേശിച്ചത്. ഇവിടെ റിലയൻസിനെ കണക്കുള്ള, മോറിനെ കണക്കുള്ള, ബിഗ് ബസാറിനെ പോലെയുള്ള വലിയ ശൃംഖല തന്നെയുണ്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വയ്ക്കുന്ന. നമ്മുടെ നാട്ടിൻപുറങ്ങളിലുമുണ്ട് ഈ റിലയൻസിന്റെയും ഒക്കെ വലിയ മാളുകളും സൂപ്പർ മാർക്കറ്റ്. ഇതെല്ലാവരും ചെയ്യും. കേരളത്തിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ കുഞ്ഞു കടകളോ ബേക്കറികളോ ചിലപ്പം ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ ചെയ്യണ്ട. കാരണം എനിക്ക് ഇന്ത്യൻ പ്രൊഡക്റ്റ് വാങ്ങാനാണ് എനിക്ക് താല്പര്യമെങ്കിൽ എനിക്കതല്ലേ വാങ്ങാൻ പറ്റില്ല. അതെന്നെ പിടിച്ചു കെട്ടിക്കൊണ്ട് അമേരിക്കൻ സാധനം വാങ്ങാൻ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ആ നിലയിലേക്ക് മാറാൻ ഇന്ത്യക്കാരന് വളരെ എളുപ്പമാണ്. കാരണം ഈ ഇതേപോലുള്ള ഉപരോധങ്ങളെ 1998 അമേരിക്ക ഉപരോധമാണ് പ്രഖ്യാപിച്ചത്. അന്നേരം താരിഫ് ആയിരുന്നില്ല. ആ ഉപരോധങ്ങളെ ഒരു ഗതിയും ഇല്ലാത്തിരുന്നപ്പോൾ നമ്മൾ അതിനെ അതിജീവിച്ചവരാണ്. എപ്പോഴും നരേന്ദ്രമോദി പറഞ്ഞത് ശരിയാണ്. സമ്മർദ്ദങ്ങളോ ഉപരോധങ്ങളോ വരുമ്പോൾ അതിനെ എപ്പോഴും അതിജീവിക്കാനുള്ള കരുത്ത് എല്ലാ രാജ്യങ്ങൾക്കുമുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറയാം, ഇതുമായി ബന്ധമില്ലെങ്കിലും ഒരു പക്ഷേ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ നാട്ടിൽ കോവിഡ് വന്നു. കേരളത്തിലെ വീട്ടമ്മമാര് കുക്കറിൽ വെച്ച് കേക്കുണ്ടാക്കി പരീക്ഷിച്ചതും ധാരാളം യൂട്യൂബ് ചാനലുകൾ നിലവിൽ വന്നതും ഈ കോവിഡ് കാലത്തായിരുന്നു കേരളത്തിലെ. ആ കോവിഡ് കാലത്ത് ഒരുപാട് കുക്കറി യൂട്യൂബ് ചാനലുകൾ, ഭാര്യയും ഭർത്താവും ഒക്കെ ചേർന്നിരുന്നുള്ള കുക്കിങ്ങുകൾ, സംസാരങ്ങളുടെയൊക്കെ ചാനലുകൾക്ക് ഒരു കൂണ് പോലെ മുളച്ചു പൊന്തിയത് കോവിഡ് കാലത്തായിരുന്നു. എന്തുകൊണ്ടാണ് അത് അങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ, ആ സമയത്ത് വീടിന് പുറത്തിറങ്ങാൻ ഭാര്യയ്ക്കോ ഭർത്താവിനോ കുട്ടിക്കോ കഴിയുന്നില്ല, മറ്റു സമൂഹവുമായി ബന്ധപ്പെടാൻ കഴിയാത്തപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ എങ്ങനെ ഏണിങ്സ് ഉണ്ടാക്കാമെന്നുള്ളതാണ് അന്ന് നമ്മൾ തെളിഞ്ഞു. ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്, ഇതുമായി റിലേറ്റ് ഇല്ല. അതായത് അതിജീവിക്കുന്നത് എങ്ങനെയാണ് ഒരു മനുഷ്യനെന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെയാണ് അതിജീവിക്കുന്നതെന്ന് പറയേണ്ടി വരും. അപ്പം ഈ നമ്മൾ അതുവരെ കണ്ടിരുന്ന കേക്ക് ആയിരുന്നില്ല, കുക്കറിൽ കേക്ക് ഉണ്ടാകും. ഞാൻ കുക്കറിന്റെ കാര്യം പറയുമ്പോൾ കുക്കറിൽ അന്ന് പലതും ഉണ്ടാക്കി, അത് ഞാനിത് പറയാൻ ഇപ്പൊ നിർവാഹമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ അതൊക്കെ വ്യാപാരമായി വലിയ വലിയ ഡിസ്റ്റിലറികൾ തന്നെ ഒരു ചെറിയ കുക്കറിൽ നിന്ന് തുടങ്ങിയവരൊക്കെ എന്റെ നാട്ടിലുമൊക്കെ ഉണ്ട്. അന്നൊക്കെ വലിയ വിലയ്ക്ക് തന്നെ വിറ്റു. അപ്പൊ അവരൊക്കെ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത് വീണ്ടും ഒരു കോവിഡ് കാലം വന്നിരുന്നെങ്കിൽ എന്നൊക്കെയാണ്. അപ്പം എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ സമൂഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ എളുപ്പമാണ്. പക്ഷെ ഇത് എഫക്ട് ചെയ്യുമെന്ന് വെച്ചാൽ തുടക്കത്തിൽ ഒരു ചെറിയ എഫക്ട് ഉണ്ടാകും. ഇതിന് സമാനമായ അമേരിക്കയില് വലിയ രീതിയിലുള്ള പണപ്പെരുപ്പം തുടർന്ന് ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകളും വരുന്നു. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ നമുക്ക് ആ രീതിയിലേക്കുള്ള ചർച്ചകൾ പോകാം. ഏതായാലും വളരെ ധൈര്യപൂർവ്വം തന്നെ ഇന്ത്യ അതിനെ ഏറ്റെടുത്തിരിക്കുന്നു. ഇന്ത്യൻ ജനത അതിന് ഒപ്പം നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ്. പിന്നെ എല്ലാ കാലവും കുറെ കുത്തിത്തിരിപ്പുകാരും പിന്തിരിപ്പന്മാരും ഉണ്ടാകും. അവരങ്ങനെ തന്നെ പോകട്ടെ എന്ന് പറയുന്നു. അത്രയേ ഉള്ളൂ പറയാൻ.